കണ്ണാറ ബനാന ഹണി പാർക്ക് പ്രവർത്തന സജ്ജമാക്കണം. ബി.ജെ.പി. പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും പ്രവർത്തന സജ്ജമാക്കാതെ കിടക്കുന്ന കണ്ണാറ ബനാന ഹണി പാർക്ക് അടിയന്തരമായി പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. പീച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കണ്ണാറ ബനാന ഹണി പാർക്കിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം ബി.ജെ.പി. പീച്ചി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് NH നിർവഹിച്ചു. പദ്ധതിക്കായി സ്ഥാപിച്ച വിലയേറിയ യന്ത്രസാമഗ്രികൾ ദീർഘകാലമായി ഉപയോഗിക്കാതെ കിടന്ന തുരുമ്പെടുത്ത് നശിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും പ്രതിഷേധത്തിൽ ചൂണ്ടിക്കാട്ടി. പൊതുപണം ഉപയോഗിച്ച് നിർമ്മിച്ച പദ്ധതി ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായി തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പദ്ധതി എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കി കർഷകർക്കും പ്രദേശവാസികൾക്കും പ്രയോജനം ലഭ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പദ്ധതി പ്രവർത്തനരഹിതമായി തുടരുന്നത് കർഷകരെ ദ്രോഹിക്കുന്നതും യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ നിഷേധിക്കുന്നതിനും തുല്യമാണെന്നും സർക്കാർ പണം ധൂർത്തടിക്കുന്നതുമായ ഇത്തരം നടപടികൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും ഉദ്ഘാടകൻ പ്രശാന്ത് NH ആരോപിച്ചു. പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച പദ്ധതി ഇനിയും പ്രവർത്തന സജ്ജമാക്കാതെ മുന്നോട്ടു പോകുന്ന നടപടിക്ക് എന്തു വില കൊടുത്തും തടയിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പീച്ചി ഏരിയ പ്രസിഡന്റ് പ്രവീൺ രാജു അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് സ്വാഗതവും സിജു ആത്തുങ്കൽ നന്ദിയും പറഞ്ഞു. മണ്ഡലം ഭാരവാഹികളായ അരുൺ K. ദിവാകരൻ, അജി MP, പ്രദീപ് ഞാറ്റുവെട്ടി, സരുൺ, ഏരിയ പ്രസിഡന്റുമാരായ ജയൻ പൂശ്ശേരി, ഷിജു മാട്ടിൽ, ഭാരവാഹികളായ സ്റ്റാലിൻ ആൻഡ്രൂസ്, സന്തോഷ്, OBC മോർച്ച ജനറൽ സെക്രട്ടറി സുധീർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടി പീച്ചി ഏരിയ ഇത്തരത്തിലുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരം, ആ സമരത്തിന്റെ ഗൗരവത്തെ കുറിച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുമെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം. 2019 ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയന്റെ ആ സർക്കാർ സംവിധാനത്തിൽ കൃഷിമന്ത്രിയായിരുന്ന VS സുനിൽകുമാർ അദ്ദേഹത്തിന്റെ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന 100 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താൻ ഉദ്ദേശിച്ച ഒരു സംരംഭം ആണ് ഈ ബനാന ഹണി പാർക്ക്. അതിന് തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ പാണഞ്ചേരി പഞ്ചായത്തിൽ ഈ കണ്ണാറ പ്രദേശത്ത് ഏകദേശം 25 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ബനാന ഹണി പാർക്ക് എന്നുള്ള ഒരു വലിയൊരു സംരംഭം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. നമുക്കറിയാം, കോവിഡ് മഹാമാരിയുടെ സമയത്ത് പിണറായി വിജയൻ അത് ഓൺലൈൻ വഴിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം അന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകിയത്. ബനാന ഹണി പാർക്ക് എന്നുള്ള പദ്ധതിയിലൂടെ പാണഞ്ചേരി പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള വാഴ കർഷകരുടെ അവരെ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ, ആ കൃഷി ഉൽപ്പന്നങ്ങൾ ഇവിടെ സംസ്കരണം ചെയ്ത് ഇന്ത്യയിലല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ പ്രാപ്തരാകുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത്. പക്ഷേ വ്യക്തമായ ദീർഘവീക്ഷണമില്ലായ്മ, അഴിമതി മാത്രം കണ്ടു വളർന്നിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടപെടൽ മൂലം ഈ ബനാന ഹണി പാർക്ക് ഇന്നിവിടെ നിലച്ചിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുന്നേ 30 കോടിയോളം രൂപ ചെലവഴിച്ച് കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 30 കോടിയോളം രൂപ ചെലവഴിച്ച് ഒരു വികസന പദ്ധതി എന്ന പേരിൽ ഇവിടെ വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് കണ്ണാറ ബനാന ഹണി പാർക്ക്. ഈ പ്രദേശവാസികളെല്ലാവരും അതുപോലെ തന്നെ കേരളക്കാരെ ഒട്ടാകെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ അടഞ്ഞുകൂടി ഇങ്ങനെ നശിച്ച് നാരായണക്കല്ല് പിടിച്ച് കിടക്കുന്നത്. ഈ 30 കോടി രൂപയോളം ഖജനാവിൽ നിന്നും ചെലവാക്കിയപ്പോൾ ഇവിടെ യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തു. ആ യന്ത്രങ്ങളെല്ലാം തുരുമ്പിച്ച് നാശനഷ്ടമായി ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ബിൽഡിങ്ങുകൾ പണിതതെല്ലാം കാട് കയറി മറ്റ് വന്യമൃഗങ്ങളുമെല്ലാം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ BJPയുടെ ഒരു പ്രതിഷേധം വെറും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് ആരും കാണേണ്ടതില്ല. നേരെ മറിച്ച് ഇത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ നികുതി പണം നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മൾ വിയർപ്പൊലിച്ച് നമ്മൾ അടയ്ക്കുന്ന നികുതി കൊണ്ട് ഈ മുടക്കിയിരിക്കുന്ന ഈ കാശ് ഈ പാഴാക്കി കളഞ്ഞിട്ടുള്ള ഈ പ്രവണതയ്ക്കെതിരെയാണ് നമ്മളിവിടെ ഇന്നൊരു വ്യത്യസ്തമാർന്ന രീതിയിൽ ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്.